സങ്കീർത്തനങ്ങൾ 82 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും? ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ. പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ. ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ. ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ. അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല. അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. ഏത് പ്രഭുവിനെയും പോലെ വീണു പോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടേതാണ്. സങ്കീർത്തനങ്ങൾ 83 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, മൗനമായിരിക്കരുതേ. ദൈവമേ, നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ. ഇതാ, അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറയുന്നു. അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു. അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർക്കാതിരിക്കട്ടെ എന്നവർ പറയുന്നു. അതെ, അവർ ഏക മനസ്സോടെ ദുരാലോചന നടത്തുന്നു. അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു. ഏദോം, ഇസ്മായേലിയർ, മോവാബ്, ഹഗ്രിയർ, ഗേബൽ, അമ്മോൻ, അമലേക്ക്, ടയർ നിവാസികളടക്കം ഫിലിസ്തീർ എന്നിവർ ഒത്തുചേർന്നു. ലോത്തിന്റെ മക്കളുടെ സുശക്തകരമായ അസിറിയായും അവരോട് ചേർന്നു. മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. കിഷോൺ നദിയിൽ വെച്ച് സിസെറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ. അവരെ എന്തോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ. അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ കൂലിനരെ ഓറെബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേഭ, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. ദൈവത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ നമുക്ക് കൈയടക്കാമെന്ന് അവർ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റിൽ പറക്കുന്ന പതിരു പോലെയും ആക്കണമേ. അഗ്നിവനത്തെ വിഴുങ്ങുന്നതുപോലെയും തീജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിനു വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവെന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ.